ഹലോ ഗൈസ്, ഹൈ മി ഹൈറ്റ്സ് മി നസാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ ഒപ്പമുള്ള ജെയ്സൺ എന്ന് പറഞ്ഞ ആളെ കൂടി ഞാൻ കാണിക്കുന്നത്. അതായത് നമ്മൾ പുതിയതായിട്ട് ചെയ്താണ്. പിന്നെ കഴിഞ്ഞ ഷോർട്ടിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് അവനുള്ള പുതിയ പ്രാവാള വാങ്ങുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടും ഒരു ഫുൾ സെറ്റപ്പാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു ചെറിയ സെറ്റപ്പാണ്, എന്നാലും ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പ്രാവാളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കൂട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നേരെ വാർപ്പിൻ്റെ മുകളിലായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിരുന്ന മാതിരി തന്നെയാണ്. ഇതാണിപ്പോൾ ഒരു ലോഫ്റ്റ് അടിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ആളിതാക്കണം ബാക്കിൽ നിന്ന് ചാഴാണ് ഇന്നെ പേടിപ്പിച്ചാണ്. അതിപ്പോൾ ഇങ്ങനെ കയറി വരുന്നില്ല. ഓണി ഒന്നേരെ കാട്ടിക്കുന്ന പരിപാടി ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരു കോണി വെച്ചിട്ട് അവിടുന്ന് കയറി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ടപ്പോൾ നിലവിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്, അതിൻ്റെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് അവിടെ ഒരു പാരപ്പറ്റ് ഉണ്ട്. അപ്പോൾ ഇതിമൊക്കെ നമ്മൾ സ്ലോപ്പാക്കി കൊടുത്താണ്. അപ്പോൾ നമ്മളിതിൽ ഫുള്ള് അടിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മളെ ഷെയ്ഡ് നെറ്റാണ്. പിന്നെ ഈ ഒരു ഭാഗത്താണ് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു എന്താ പറയുക, ഒരു ഷീറ്റും അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഷീറ്റ് അത് റെഡി ആക്കിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് താർപ്പായിട്ടിരിക്കുന്നത്, കാരണം ഉള്ളിലേക്ക് വെള്ളമായിട്ടുണ്ടെങ്കിൽ സീനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ വടി നിർത്തിയിട്ട് ഈ ഒരു കാലൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഒരു കോലടിച്ചിട്ട് ഇതിവിടെ ആണയടിച്ച് കെട്ടി നിർത്തിയിട്ടോ. അപ്പോൾ എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ആ ഒരു പാരപ്പറ്റുമൊക്കെ നമ്മൾ ചെരിച്ചാണ്ട് കൊടുത്ത്. ഇപ്പോൾ സത്യം പറയാൻ നമ്മൾ ഒരു ദിവസം ഇതിമൊക്കെ ഇറങ്ങിയതല്ല, ഇതിൻ്റെ പ്ലാനിങ് ആയിട്ട് കയറിയതാണ്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള മരമൊക്കെ നമ്മൾ വെട്ടിക്കൊടുന്നിട്ടാണ് ഇത്ര നമ്മൾ എത്തിച്ചിട്ടുള്ളത്. ഇവിടെ വെറുതെ കിടന്നിരുന്ന ഷെയ്ഡ് നെറ്റാണ്. ഇതുവരെ നമ്മളതിൽ കയറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഇപ്പോൾ പറയുക, അത്യാവശ്യം നല്ലൊരു സെറ്റപ്പിൽ തന്നെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ചെറുതായിട്ട് പോകണം കേട്ടോ, എന്നാലേ നമുക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കൂട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ കൂടിന് ഫുൾ വിഷ്വൽസും കാണിച്ചു കൊടുക്കും. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ കൊടുന്ന ഒരു ജോഡി പ്രാവ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിനുള്ളിലാണ് കിടക്കുന്നത്. ഇതിനുള്ളിലൊരു ഫീമെയിൽ ബേർഡല്ലേ, ഒരു ഫീമെയിൽ ബേർഡും ഉണ്ട്. ഈ മൂന്നെണ്ണത്തിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ റബ്ബറൊക്കെ ഇട്ട് ചിറക് കെട്ടി വെച്ചതാണ്. ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, റബ്ബറൊക്കെ കെട്ടി വെച്ചാൽ നമ്മളിപ്പോൾ പിടിക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇണങ്ങി കിട്ടാൻ സാധ്യത കുറവാട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലം ആയിട്ടുള്ള കൂടുന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടിൻ്റെ ഫുൾ വിഷ്വൽ വരുന്നത്. ഇത് ഒരു 4 കള്ളി കൂടാണ്. നമ്മൾ അടിയിൽ വെള്ളം തട്ടായിരിക്കാൻ വേണ്ടി കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് പൊന്തിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ടൊരു ഷീറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കൂട് നനയേണ്ട വെച്ചിട്ടാണ്. ഇനി ഒരു താർപ്പായിട്ട് കൊടുക്കണം. എങ്ങനെ ആയാലും നമുക്ക് വെള്ളം ഒറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് റെഡിയാക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഇവനോട് തന്നെ ചോദിക്കാനുള്ളത്, പറഞ്ഞോ, ഈ ആരത് കണ്ടിട്ടാണ് ഈ പ്രാവിൻ്റെ പരിപാടിക്ക് ഇറങ്ങിക്കണേ? ക്രൈസ്. ഈ ഞങ്ങളെ ഒപ്പമുള്ള ഭൂരിപക്ഷം ആൾക്കാരും ക്രൈസായിട്ടാണ്. പിന്നെ ഇത്രയും കാലമായിട്ട് പ്രാവില്ലാത്തപ്പോൾ എന്നോട് തന്നെ ഒന്നുണ്ടായിരുന്നു. അത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പാറ ഒന്ന് കിട്ടിയതാണ്. അപ്പോൾ ഒന്നുണ്ടായിരുന്നു. അതിനുശേഷം ഫസ്റ്റ് ടൈം നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു കൂടാണ്. പ്രാവിനും കൊടുന്ന് ഫുള്ള് സെറ്റാക്കി കേട്ടോ. അപ്പോൾ ആ ഒരു പ്രാവിനെ ഇന്ന് കൊടുത്തതാണ്. കാരണം അന്ന് എടുക്കാൻ പോയ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അടിപൊളി കൂടാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ പാരപ്പറ്റുള്ളതുകൊണ്ട് നമുക്ക് പറന്ന് കയറാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ ഇവിടെ വിടുകയാണെങ്കിൽ തന്നെ ഈ ഒരു മരത്തുമ്മലൊക്കെ കയറാൻ കയറില്ല കേട്ടോ. ഇവിടെ ചുറ്റോടെ മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വിട്ടാലും തിരിച്ചു വരുമെന്നുള്ള സംശയമാണ്. പക്ഷേ ഫസ്റ്റ് ടൈം വിടുമ്പോഴാണ് ആ ഒരു പേടി ഉണ്ടാവും. പിന്നെ വിടുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത്രയും ക്ലിയറാണ്. അപ്പോൾ നമ്മൾ കൂടുന്ന ഈ ഒരു ജോഡി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഞാൻ കാണിച്ചു തന്നു. ഓക്കെ, ഈ ഒരു ജോഡി നമ്മൾ കൊണ്ടുവരുന്ന ടൈമിൽ എഗ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ എഗ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുന്ന ടൈമല്ലോ അവരെങ്ങനെയായാലും ഇരിക്കാൻ സാധ്യതയില്ല. പിന്നെ എൻ്റെ മുഖിനെ കൊടുന്ന ടൈമിൽ ഇതേമാതിരി തന്നെയായിരുന്നു. പിന്നെ അവർ ഇരുന്നിട്ടില്ല, കാരണം കൂടുന്നു റെഡിയായി വരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു എഗ്ഗ് ഞാൻ പറഞ്ഞില്ല, വേറെ ലോഫ്റ്റും കൂടി ഉണ്ട്, അതിലോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാവുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരിയാണെങ്കിൽ വിരിഞ്ഞോട്ടെ എന്നുള്ള ഇതിലാണ് ഞാൻ പിന്നെ എൻ്റെ മുഖീൻ്റെ കൂട്ടത്തിൽ വെക്കാത്തത്. അവർ വിരിയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അവരുടെ കൂടി വിരിഞ്ഞില്ലെങ്കിൽ പണിയാവുമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പ്രാവാൾ വരുന്നത്. ഇവിടെ 3 പ്രാവുകളാണ് വരുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചേവലിനെ, അതായത് മേൽപ്രാവിനെ നമ്മൾ ഒപ്പിക്കണം കേട്ടോ. അപ്പോൾ സത്യം പറയാനുള്ള ഒരു സെറ്റപ്പ് കൂടെ തന്നെയാണ്. എന്ത് കണ്ടിട്ട് അഭിപ്രായം എന്നുള്ളത് പറയുക.